ഓം ശാന്തി 25/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ ഓരോ കാര്യത്തിലും മംഗളകാരിയാണ്. ഇതിനാൽ എന്ത് ഡയറക്ഷൻ ലഭിക്കുന്നുവോ അതിൽ ഒഴിവുകഴിവ് കാണിക്കാതെ ശ്രീമത്തനുസരിച്ച് സദാ നടന്നുകൊണ്ടിരിക്കൂ. ബാബ സത്യമാണ്. ബാബയെ ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. എന്ത് ബാബ പറയുന്നുവോ അത് സത്യമാണ്. അതിൽ സത്യതയുടെ ശക്തി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ബാബ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് നിർദ്ദേശം നൽകിയാലും അതിൽ മംഗളമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അതിനാൽ ഓരോ നിർദ്ദേശത്തെയും അത്രയും ഉയർന്ന ദൃഷ്ടിയിൽ കണ്ട് അതിനനുസരിച്ച് നടക്കുക. ശ്രീമത്തിൽ ഒരിക്കലും കളങ്കമില്ല. ശ്രീമത്തിൽ ഒരിക്കലും അമംഗളവും ഇല്ല. അതിനാൽ ഏതു പരിതസ്ഥിതിയിലും എത്ര തന്നെ എങ്ങനെയുള്ള വിഘ്നമായാലും ശ്രീമതം അനുസരിച്ച് തന്നെ മുന്നോട്ടു പോകണം. ചോദ്യം: തീവ്ര ഭക്തിയും തീവ്ര പഠിത്തവും രണ്ടിൽ നിന്നും ഉണ്ടാകുന്ന പ്രാപ്തികളിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഉത്തരം: തീവ്ര ഭക്തിയിലൂടെ സാക്ഷാത്കാരം മാത്രം ഉണ്ടാകുന്നു. അതായത് ശ്രീകൃഷ്ണന്റെ ഭക്തനാണെങ്കിൽ അവർക്ക് ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു, ഡാൻസ് തുടങ്ങിയവ നടത്തുന്നു. എന്നാൽ അവർക്ക് വൈകുണ്ഠപുരിയിലേക്കോ ശ്രീകൃഷ്ണപുരിയിലേക്കോ പോകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾ തീവ്ര പഠിത്തം പഠിക്കുന്നു. ഇതിലൂടെ നിങ്ങളുടെ എല്ലാ മനോകാമനകളും പൂർണ്ണമാകുന്നു. ഈ പഠിത്തത്തിലൂടെ നിങ്ങൾ വിഷ്ണുപുരിയിലേക്ക് പോകുന്നു. ദ്വാപരയുഗം മുതലുള്ള ജന്മങ്ങളിൽ നാം ഭക്തിയാണ് ചെയ്തത്. ഈ തീവ്ര ഭക്തിയിലൂടെ നമ്മൾക്ക് എന്താണ് ലഭിക്കുക? നമ്മൾക്ക് സാക്ഷാത്കാരം മാത്രമാണ് ലഭിക്കുന്നത്. ആരുടെ ഭക്തിയാണോ ചെയ്യുന്നത്, ആരോടാണോ നമ്മൾക്ക് ഭാവനയുള്ളത്, അവരുടെ സാക്ഷാത്കാരം ലഭിക്കുന്നു. അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന്, ശ്രീകൃഷ്ണന്റെ ഭക്തനാണ് എങ്കിൽ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരമുണ്ടാകും. ശ്രീകൃഷ്ണന്റെ കൂടെ രാസലീല, അതായത് ഡാൻസ് കളിക്കുന്നു എന്ന അനുഭവമുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എവിടെയാണോ ഉള്ളത്, ആ ശ്രീകൃഷ്ണപുരിയിലേക്കോ വൈകുണ്ഠപുരിയിലേക്കോ സ്വർഗത്തിലേക്കോ പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ പഠിക്കുന്ന ഈ ജ്ഞാനത്തിൻ്റെ പഠിത്തത്തിലൂടെ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമാകുന്നു. എല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ശരീരം, മനസ്സ്, ധനം, ജനം ഇവയെല്ലാം സമ്പൂർണ്ണ രീതിയിൽ സത്തോ പ്രധാനമായി ലഭിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ ആഗ്രഹം പൂർത്തിയാകുന്നത് സത്യത്രേതാ യുഗങ്ങളിലാണ്. ഈ പഠിത്തത്തിലൂടെയാണ് നമ്മൾ കുട്ടികൾക്ക് വൈകുണ്ഠപുരിയിലേക്ക് പോകാൻ സാധിക്കുന്നത്. അതിനാൽ ഈ പഠിത്തത്തെ നിസ്സാരമായി കാണരുത്. സ്വ അധ്യയനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കണം. ഗീതം: ഇന്നല്ലെങ്കിൽ നാളെ ഈ കാർമേഘം ചിതറിപ്പോകും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ ഓരോ കാര്യത്തിലും മംഗളമുണ്ട്. ഇത് മനസ്സിലാക്കി നിശ്ചയബുദ്ധിയായി മുന്നോട്ടു പോകണം. ഒരിക്കലും സംശയത്തിലേക്ക് വരരുത്. ശ്രീമത്തിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. 2. ആത്മാ അഭിമാനിയായിരിക്കുന്നത് അഭ്യസിക്കണം. ഡ്രാമയിൽ ഓരോ ആക്ടറിനും അനാദിയായുള്ള പാർട്ടാണ്. ഇതിനാൽ സാക്ഷിയായി കാണുന്നത് അഭ്യസിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്ന ഓരോ കാര്യത്തിലും മംഗളമുണ്ട്. ഇത് നമ്മൾ കുട്ടികൾ മനസ്സിലാക്കി നിശ്ചയബുദ്ധിയായി മുന്നോട്ടു പോകണം. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ചെറിയ കാര്യങ്ങളിലായിരിക്കും സംശയം നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. അതിനാൽ എത്ര ചെറിയ നിസ്സാരമായ കാര്യത്തിനായാലും സംശയത്തിനൊരിക്കലും ഇടം കൊടുക്കരുത്. സംശയം വന്നുവെങ്കിൽ ഒന്നെങ്കിൽ നിമിത്താത്മാവിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ബാബയോട് ചോദിക്കണം.
ഏത് തരത്തിലും നമ്മൾക്കത് ദൂരീകരിക്കാൻ സാധിക്കും. ബാബ നൽകുന്ന ശ്രീമതത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് നടക്കണം. നമ്മൾ നമ്മളെ കാണുന്നത് ഈ ഒരു ജന്മത്തിൻ്റെ മാത്രം ആധാരത്തിലാണ്. എന്നാൽ ബാബ നമ്മളെ കാണുന്നത് മുഴുവൻ 84 ജന്മങ്ങളുടെയും ആധാരത്തിലാണ്. അതിനാൽ ബാബയ്ക്കെല്ലാം അറിയാം. അങ്ങനെ എല്ലാം അറിയുന്നവനായ ബാബ നൽകുന്ന ശ്രീമതം പരിപൂർണമാണ്. ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ച് നടക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആത്മാഭിമാനി ആകണം. എത്രത്തോളം ആത്മാഭിമാനിയാകുന്നുവോ ഈ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാടകത്തിൽ ഓരോ ആത്മാവിനും അവരവരുടേതായ അവിനാശിയായ പാർട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വെച്ച് നമ്മളുടെ പാർട്ടാണ് നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ പാർട്ട് മാറണമെങ്കിൽ അവർ സ്വയം ചിന്തിക്കുകയാണ് വേണ്ടത്. അതിനാൽ ഈ നാടകത്തെ ഓരോ അഭിനേതാവിനെയും സാക്ഷിയായി കാണുക എന്നത് നാം പരിശീലിക്കണം. വരദാനം: സദാ സേഫ്റ്റിയുടെ രേഖയ്ക്കുള്ളിൽ പരമാത്മാ കുടക്കീഴ് അനുഭവിക്കുന്ന മായാജീതരായി ഭവിക്കട്ടെ. ബാബയും നമ്മളും. ഇതാണ് സേഫ്റ്റിയുടെ രേഖ. ഈ രേഖ തന്നെയാണ് പരമാത്മാ കുടക്കീഴും. ആര് ഈ കുടക്കീഴിൻ്റെ രേഖയ്ക്കുള്ളിലാണോ അവരുടെ അടുക്കൽ മായയ്ക്ക് വരുന്നതിന് ധൈര്യം പോലും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പരിശ്രമം എന്താണ്, തടസ്സം എന്താണ്, വിഘ്നം എന്താണ്? ഈ ശബ്ദങ്ങളുടെ തന്നെ അവിദ്യ ഉണ്ടാകും. സദാ സേഫായിരിക്കും. ബാബയുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കും. ഇത് തന്നെയാണ് ഏറ്റവും സഹജവും എന്നാൽ തീവ്ര വേഗതയിൽ പോകുന്നതിനുമുള്ള, അതായത് മായാജീത്ത് ആകുന്നതിനുള്ള പുരുഷാർത്ഥം. നമ്മൾക്ക് ഭഗവാനെ ലഭിച്ചിരിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഭഗവാന്റെ മടിത്തട്ടിലിരിക്കാം, ഭഗവാൻ നമ്മുടെ സ്വന്തമാകും എന്ന്. അങ്ങനെയുള്ള ഭഗവാനെ, ബാബയെ നമ്മുടെ ഹൃദയത്തിലിരുത്തുക. ആ ഹൃദയത്തിൽ ഞാനും ബാബയും മാത്രം, മറ്റാർക്കും പ്രവേശനമില്ല, മറ്റാരുമില്ല. ഇത് തന്നെയാണ് സുരക്ഷിതത്വത്തിൻ്റെ രേഖ, അല്ലെങ്കിൽ ലക്ഷ്മണ രേഖ. എപ്പോഴാണോ നാം ഈ രേഖയ്ക്കുള്ളിൽ നിൽക്കുന്നത്, നമ്മൾ പരിപൂർണമായും സുരക്ഷിതരാണ്. തടസ്സം എന്താണ്, വിഘ്നം എന്താണ്, പരിശ്രമം എന്താണ്, ഒന്നും തന്നെ അറിയേണ്ട ആവശ്യം വരില്ല. ബാബയുടെ സ്നേഹത്തിൽ, ബാബയുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കും. ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പവും എന്നാൽ വളരെ വേഗതയിൽ മുന്നേറുന്നതിനുമുള്ള പുരുഷാർത്ഥം. സ്ലോഗൻ: ദിവ്യഗുണങ്ങളുടെ സർവ അലങ്കാരങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അഹങ്കാരം ഒരിക്കലും വരില്ല. ജ്ഞാനം, യോഗം, അതിനോടൊപ്പം തന്നെ ഉള്ളതാണ് ധാരണ. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ദിവ്യ ഗുണങ്ങളുടെ ധാരണയും ഉണ്ടാകുന്നുവോ അത്രയും നാം നിർമ്മാണചിത്തരായിരിക്കും. നമ്മൾക്കൊരിക്കലും അഹങ്കാരം വരില്ല. ഓം ശാന്തി.